സഞ്ജു ആ പേരിലേക്ക് വരുമ്പോൾ നമുക്കറിയാം സഞ്ജു കളിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് കൂടുതൽ റൺസ് അടിച്ചില്ലെങ്കിൽ നമുക്ക് വലിയ നിരാശയാണ്. അദ്ദേഹം കൂടുതൽ സ്കോർ നേടുമ്പോൾ നമ്മൾ കൈയടിക്കുന്നു. അത് നമ്മുടെ മലയാളികളുടെ ഉള്ളിലുള്ള ഒരു വികാരമാണ് സഞ്ജു എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? നമുക്ക് ഒന്നല്ലേ പ്രതീക്ഷിക്കാനുള്ളൂ. സഞ്ജുവിന് ബാറ്റ് ചെയ്യാൻ കിട്ടണം, സഞ്ജു നന്നായിട്ട് സ്കോർ ചെയ്യണം, ഇന്ത്യ ജയിക്കണം. ഇതാണല്ലോ ഏറ്റവും പ്രധാനം. നമ്മൾ ഇതിനു മുമ്പൊക്കെ ഇപ്പൊ നമ്മുടെ വേൾഡ് കപ്പ് 2020 പണ്ട് ശ്രീശാന്ത് കളിച്ച പോലെ നമ്മുടെ സഞ്ജു ഇന്ത്യക്ക് വേണ്ടി ഒരു മാച്ചിന്റെ ഫൈനലിൽ, ഒരു ടൂർണമെന്റിന്റെ ഫൈനലിൽ ഇറങ്ങുക എന്നുള്ളത് ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന ഏത് മലയാളിക്കും സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ സൂര്യകുമാർ യാദവിന്റെ ഈ കഴിഞ്ഞ മാച്ച് കഴിഞ്ഞിട്ടുള്ള സൂര്യകുമാർ യാദവിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഓപ്പണിംഗ് റോളിൽ തിളങ്ങിയ സഞ്ജു സാംസൺ താഴേക്ക് ഇറങ്ങി വന്ന് ഗംഭീരമായിട്ട് കളിക്കുന്നു എന്നുള്ളത് വലിയൊരു ടീമിന് മുതൽക്കൂട്ടാണ് എന്നുള്ള രീതിയിൽ സൂര്യകുമാർ യാദവിന്റെ ഒരു ഇത് വന്നിരുന്നു. അപ്പൊ എത്രയും പ്രധാനമാണ് സഞ്ജു സാംസൺ എന്നുള്ളത്. കഴിഞ്ഞ ഇതിൽ എനിക്ക് തോന്നുന്നു ഇമ്പാക്ട് പ്ലെയർ സഞ്ജു സാംസൺ ആയിരുന്നു. അപ്പോ വിക്കറ്റിന് പിന്നിലാണെങ്കിൽ ഒരു ഗംഭീര സ്റ്റംപിങ് ഉണ്ടായിരുന്നു. അപ്പൊ രണ്ട് രീതിയിലും സഞ്ജു ഷൈൻ ചെയ്യും ആ സ്ലോട്ട് കിട്ടുന്ന സമയത്ത് എന്ന് തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇന്ന് വലിയ പരീക്ഷണങ്ങളൊന്നും ഗൗതം ഗംഭീർ നടത്തില്ല എന്ന് വിചാരിക്കാം. നമുക്ക് ആ എല്ലാവരുടെയും ഓർഡർ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ പോവും എന്ന് വിചാരിക്കാം എന്നുകൂടി ഉണ്ട്. ഓക്കെ.